എവിടെ ഉള്ളത്? ഞാന് ഷോപ്പിന്റെ പരിസരത്തുണ്ട് മോളെ. ഓ മോനെ, ഇന്നലത്തെ കാര്യം പൊളിച്ചു കേട്ടാ. ഇന്നലത്തെ കാര്യം പൊളിച്ചാ? അതെനക്ക് ഇന്നലെ തന്നെ തോന്നിയിട്ടില്ലേ? നീ രണ്ടിടക്കേയും പ്രയോഗിച്ചതിലുള്ള സുഖമില്ലേ? ആ ഒരുമിച്ച് പ്രയോഗിച്ചാലോ? ആ സ്വർഗം കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. സ്വർഗം കണ്ടിട്ടില്ലേ? നീ കണ്ടില്ല? കണ്ടിട്ടില്ലാന്നും പറയാ. അതല്ലാതെ സ്വർഗം കേട്ടാ. പക്ഷെങ്കില് ഞാൻ വിചാരിച്ചു ഇക്ക ചെയ്തായിരിച്ചു അതാണ് ഏറ്റവും ബുദ്ധി. ഇക്ക ഒന്നിലല്ലേ ജീവിച്ചുള്ളൂ. അപ്പൊ ഇക്കാന്റെ ഒരു പടി മേലെ ഞാൻ തന്നെയല്ലേ കളിച്ചു കയറിയ? നീ രണ്ടിലും അല്ലേ പ്രയോഗിച്ചു? അതാന്ന് കാരണോ ഒന്നും ഒഴിവാക്കാനില്ല കളിയിൽ. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാ സാധനവും എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അന്നേരം സ്വർഗമല്ല മോളെ, സ്വർഗത്തിന്റെ അപ്പുറവും കാണാൻ പറ്റും. ഇല്ല, ഞാനത് കാണിക്കും നിന്നെ. ഒരുമിച്ച് കണ്ടാ? അപ്പോ വളപ്രയോഗം നല്ലല്ലേ? കാന്റെ വള സൂപ്പറാണ് കേട്ടാ. അതിന് നീ ചിക്ക വാങ്ങിട്ടാകുമ്പോ ഇക്കാനോട് നന്ദി പറഞ്ഞ കേട്ടാ, എന്റെ പേരില്. എന്റെ പേരിൽ ഞാൻ പറയാം. വള കൊണ്ടാന്നുകൊണ്ട് ഇക്ക ഒരു വലിയ ഉപകാരം. വള കൊണ്ടാന്നുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരം പറഞ്ഞാണ്. ഇക്ക കണ്ടുപിടിച്ച സാധനം ഇക്ക കണ്ടുപിടിച്ചല്ലോ. ഇക്ക കണ്ടുപിടിച്ചല്ലോ, ഇക്കാക്ക് ഫിലിപ്പീൻസ് പറഞ്ഞു കൊടുത്തല്ലേ. ഫിലിപ്പീൻസുകാരെ തൊഴണം. അപ്പൊ നീ ഒന്ന് ആലോചിക്ക, അവരെല്ലാം കളി കളിക്കുന്നുണ്ട് പോലെ ഈ സാധനത്തിനെ കൊണ്ട്. അതന്നെയല്ലേ ഞാനിപ്പം വിചാരിക്കുന്നത്. അവരൊരു ഭാഗ്യല്ലേ? നിന്റെയും ഭാഗ്യല്ലേ ഇപ്പൊ? എന്റേത് ഡ്യൂപ്ലിക്കേറ്റ് ഭാഗ്യം. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒറിജിനൽ വേണ്ടേ? ഒറിജിനൽ ഇത് ഏതെങ്കിലും ഒരു ഡോക്ടറെ താനും പോയിട്ട് ഉള്ളിൽ ഫിറ്റ് ചെയ്യണ്ടേ? അത് ഫിലിപ്പീൻസുകാർക്ക് സ്വന്തമാണല്ലോ. അവർക്കേ ഉള്ളൂ തോന്നുന്നു പരിപാടി. ഇനി വരുമ്പോല്ലേ? ഇല്ല, ഇനി വരുമ്പോന്ന് പറയാൻ എപ്പം വരാനല്ലേ? നീ പറയണം ഞാൻ എപ്പ വരണ്ടേന്ന്. ഇനി കല്യാണത്തിന് ഇളയമാരുടെ അടുക്ക വരുന്നില്ലേ? അപ്പൊ ഇതും കൊണ്ട് വന്നാ മതി കേട്ടാ. ഏതും കൊണ്ട്? പച്ചക്കറിയാ? വളഞ്ഞു കൊണ്ടായിരുന്നു. പച്ചക്കറി മേടിച്ചോ? ഞാൻ നമുക്ക് കഴിക്കുകയും ചെയ്യാനും ചെയ്യാം. വളർന്നിറ നീ കൊണ്ടുവരണം കേട്ടാ. വള? അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ അത് കൊണ്ടുവരണല്ലോ, എവിടെയും വെച്ചാ പോരെ. ഇക്കാന്റെ അടുത്തൊന്ന് മോഷ്ടിക്കേണ്ടി വരുന്നു. നിങ്ങൾ ആ എടുത്ത സ്ഥലത്ത് അതുപോലെ വെക്കണേ, അല്ലേ പിന്നെ ചോദിക്കൂലേ വേറെ എടുത്തു വിചാരിക്കൂലേ. അപ്പൊ അതിന്റെ തലേനാട്ട് ഇക്കാക്ക് ആവശ്യം വേണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ വെക്കൂലേ. ആവശ്യം നിൽക്കാക്ക് ആവശ്യം തന്നെ നിന്റെ അടുത്തല്ലേ. അതന്നെയാ പറഞ്ഞേ. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ കളിക്കാൻ ചാൻസ് ഉണ്ടാ വളയിലിട്ടിട്ട്? അയാൾ പിന്നെ തോന്നുമ്പോ കളിക്കാൻ തുടങ്ങിയ പിന്നെ. ഇത് അറിഞ്ഞോണ്ടിന് നല്ല കളിയായിരിക്കും അല്ലേ? തോന്നി ഇതൊക്കെ ഇത് പിടിച്ചു. അങ്ങനെ ആയിരിക്കില്ല നിന്റെ കളി ഉണ്ടാവുക. നിന്റെ കളി അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇവക്ക് ഇത് മതിയോ അല്ലേ? അപ്പൊ അത് എപ്പോഴെല്ലാം പ്രയോഗിക്കാന്ന് പറയാൻ പറ്റൂല. അത് എവിടേക്കും വാങ്ങാൻ കിട്ടൂലേ? അത് ഒരു ഈ നമ്മളെ വാഹനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് വാഷറാണ്. കറുത്തല്ലേ ഇത്? കറുപ്പല്ലേ വേണ്ടത്? അത് അതിന്റെ സൈസ് നോക്കിയിട്ട് മേടിച്ചത്. ഇക്കൊക്കെ എങ്ങനെയാ മേടിക്കാൻ തോന്നിയത്? എനിക്ക് ഇതെല്ലാം അറിയുമ്പോ പിന്നെ സ്വന്തമായിട്ടൊന്ന് ഞാനെണ്ണം വാങ്ങി വെച്ചൂടെ? വാങ്ങിച്ചോക്കുന്നതിന് കുഴപ്പമില്ല, അതിന് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ രണ്ടെണ്ണം വാങ്ങിച്ചു വെക്ക്, നിൽക്കാന്റെ കാലം പിടിക്കണ്ടല്ലോ. ഞാൻ വരുമ്പോ പിന്നെ ഇതങ്ങ് കൊണ്ടാ മതിയല്ലേ? അത് നീ പറഞ്ഞ കഷ്ടം. ഞാനത് കിട്ടുമോ നോക്കട്ടെ.
ഞാൻ ചോദിക്കുന്നേ, പിന്നെ നീ പറയും ഇത് മാത്രം മതി, ഇനി നിന്റെ സാധനം ഒന്നും വേണ്ടാന്ന് പറയാ. നീ അതും കൂടിയല്ലേ ഒന്നിച്ച് പ്രയോഗിച്ചു. ആ അത് കൂടിയെന്നല്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല പിന്നെ നീ പറയില്ലേ പച്ചക്കറി രണ്ടെണ്ണം മതി, നീ വരണ്ടാന്ന്. അത് പറയില്ല. അങ്ങനെയാ പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യം എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താ പോരെ. ഒറ്റക്ക് കളിക്കുമ്പോ ഒരു സുഖം കിട്ടില്ല. അപ്പൊ ഒരാള് വേണല്ലോ എന്തായാലും ഒരുമിച്ച് കളിക്കാൻ. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം പിന്നെ ആരാ ചെയ്യുക? ഇത് മാത്രം പോരല്ലോ. നിന്നോട് ഞാൻ പാല് കുടിക്കാൻ പറയുമ്പോ പാല് കുടിച്ചാ പോരേനോ? നീ ബാക്കിയുള്ളതെല്ലാം എല്ലാം വിട്ടുപോന്നില്ലേ? അത് ചില നേരത്ത് അങ്ങനെയാണ്. എന്റെ കാര്യല്ലോ. ചില നേരത്ത് അങ്ങനെ, ചില നേരത്ത് ആക്രാന്തം വന്നിട്ട് അറിയില്ല. അത് ചില നേരത്ത് അങ്ങ് വിട്ടുപോകും. അതിന്റെ ഒരു കളിച്ചാൽ ഒരു കളിയോട് കൂടുതലൊരു ആത്മാർത്ഥത, ഒരു ആവേശം വരാനുണ്ട്. അന്നേരം ഒപ്പരം കളിക്കുന്ന ആളെ കാര്യം കുറഞ്ഞു വരുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. എന്ത് ഇതില് മാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റം എല്ലാം വിട്ടുപോകുന്നുണ്ട്. ആന്നാ? എന്നിട്ട് ഞാൻ പാലെല്ലാം നല്ലോണം വലിച്ചു കുടിച്ചാന്നല്ലോ. അത് മാത്രമേ ഉള്ളൂ? എത്ര ഐറ്റം ഉണ്ട്? ഐറ്റം ഉണ്ട്, പക്ഷെ താഴോട്ട് ഞാൻ ഇന്നലെ അത് മറന്നു വരാം. കാരണം വളയലായിപ്പോ എന്റെ ശ്രദ്ധ വെച്ചു. താഴെ കൂടി താഴെ നീ ശ്രദ്ധിച്ചാന്നരാസം. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ കൊറേ ശ്രദ്ധിച്ചത്. പക്ഷെ ആടെയാണ് കുറച്ച് സമയം കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി മേലോട്ടെല്ലാം പോയാ കൊറേ ഉണ്ട് കേട്ടാ. മേലോട്ട് അതൊന്നും ശ്രദ്ധയിലേ പെടുന്നില്ല ഇപ്പൊ. മാക്സിമം പാല് കിട്ടുമോ നോക്കിയത്, കിട്ടുന്നിടത്തം വരെ കുടിക്കുന്നു. അതിന്റെ മേലെയല്ലേ ഇല്ലേ? അതിന്റെ മേലെ വടയല്ലേ, വടയെല്ലാം നല്ലോണം തിന്നല്ലോ. കൊറേ സമയം പറഞ്ഞാ ഉള്ളിൽ ചെറിയ, കാരണം കൊറേ സമയം നിന്ന് കഴിഞ്ഞാൽ നിന്റെ തുണിയെടുക്കാൻ പോയ ആൾക്കാർ വരുവോ എന്നുള്ളൊരു ചെറിയ പ്രശ്നമില്ലേ? അത് വൈകുന്നേരം വരുന്നില്ലേ ഞാൻ പറഞ്ഞത്. അതെ, പക്ഷെ നീ മറ്റേ അതില് മാത്രം ശ്രദ്ധിച്ച് തേച്ചു. ആ സമയം തന്നെ ഇല്ല നീ ഇത് പ്രയോഗിക്കുന്നൊന്നും എനക്ക് തോന്നില്ലേ. ഞാൻ എല്ലാം കൈവിട്ടു. കൈവിടുവാ? ഓ, അത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇല്ലേ എന്റെ സാധനം പോവുകയും. അതെന്താ അങ്ങനെ? അതിന്റെ ടേസ്റ്റ് അറിഞ്ഞോണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ എനിക്കറിയാൻ പറ്റൂലല്ലോ. എനിക്കറിയാൻ പറ്റില്ല. നമുക്കിത് നിന്റെ നീ കളിക്കുമ്പോൾ നിന്റെ ഇത് മുഖത്തിലുള്ള ഇതിലൂടെ മനസ്സിലാക്കാനല്ലേ പറ്റൂ ഇത് എത്രത്തോളം നിനക്ക് അങ്ങനെ അറിയേണ്ടിട്ടില്ലേ? വായിൽ വെച്ചു നോക്ക്. എന്നിട്ടാ നല്ല അറിയാൻ പറ്റും ടേസ്റ്റ്? അറിയായിരിക്കും, കുറച്ച് ടേസ്റ്റ് അറിയായിരിക്കും. 2-3 സ്റ്റെപ്പ് കേറി ഇറങ്ങിയിട്ടല്ലേ ഹോട്ടലെത്തുക. അതിന്റെ ഒരു ഇത് പറഞ്ഞായിരിക്കും അല്ലേ? അത് ആലോചിക്കുമ്പോ തന്നെ ഇല്ലേ മനസ്സിന്നൊരു കുളിരി ഇങ്ങനെ വരും. ഉള്ളില് നനവും വരുമായിരിക്കും. ഇപ്പം തന്നെ എനിക്ക് ആലോചിക്കുമ്പോ കുളിരി പോയിരുന്നിട്ട്. എന്റെ ഇളയമാന്റെ മോളെ കല്യാണമൊന്നും നടക്കും തോന്നുന്നില്ല. എനിക്കും കൂടി വരേണ്ടി വരും. മേടിക്കാം. ഇങ്ങോട്ട് വരാൻ എനിക്ക് പറ്റുമെന്നറിയില്ല. ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. നീ ഷോപ്പിൽ പോയി കാറിലായാലും സാരമില്ല. കാറിലാകുമ്പോ അന്നേരം പോലെ സൗകര്യം കുറവല്ലേ? അത് എന്നാ ഇതൊന്നും പ്രയോഗിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇത് പ്രയോഗിക്കണ്ടെങ്കിൽ കുറച്ച് സൗകര്യം വേണ്ടേ? നല്ല തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിന്നുകൊണ്ടെല്ലാം പ്രയോഗിക്കാൻ പറ്റും. തലകുത്തി മറിയാനും പറ്റില്ല. കളിക്കുമ്പോ തലകുത്തി മറിയാലും പോണോ? നല്ല കളിയാവുള്ളൂ. അല്ലാണ്ട് ഇരുന്നിട്ട് ഒരേ കളി കളിച്ചാൽ അത് കളിയാവില്ലല്ലോ. ഓടി നടന്ന് കളിക്കാന്ന് പറ്റൂലല്ലോ. ഓടി നടന്ന് കളിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ പെണ്ണുങ്ങൾക്കല്ലേ പറ്റൂ. അതാണ്. ഓക്കെ.